ചേച്ചിയാ എന്റെ സ്വാമി. യേശു എന്താ വരാൻ പറഞ്ഞേ? എനിക്ക് തന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ കോളേജിൽ പോയില്ലേ? അതല്ലല്ലോ ഞാൻ ചോദിക്കാൻ വിളിച്ചേ. ചോദിക്കേ ചോദിക്കടാ. എന്താ ചോദിക്കേ? പിന്നെ മോശമായിപ്പോടോ. എന്തുപറ്റി? അങ്ങനെ മോശമായിപ്പോയി. കാര്യം പറയേ. എന്നാലും എന്റെ അടുത്ത് എന്തിനാന്ന് മറച്ചേ? എന്ത് മറിച്ചെന്ന്? 6 മാസം. 6 മാസോ? 6 മാസം. 6 മാസോ? ഇങ്ങനെ കാണിക്കാണ്ട് കാര്യം എന്താ വെച്ചാ പറയേ. എടോ താൻ എന്നെക്കാൾ 6 മാസം മൂത്തയാണല്ലേ? ആ അതെനിക്കറിയാലോ. തനിക്കറിയാന്നാ? ആ ഞാൻ വിചാരിച്ചു കേശു എന്റെ പ്രൊഫൈൽ കണ്ടപ്പോ ഇതൊക്കെ മനസ്സിലായി കാണും. ഒന്ന് ശ്രദ്ധിച്ചില്ലേ? ഓ അപ്പൊ താനെന്നെ മനഃപൂർവ്വം ചതിക്കായിരുന്നല്ലേ? ചതിക്കേ? എന്തൊക്കെ പറയണേ? ഞാൻ എങ്ങനെ ചതിച്ചൂന്ന്? ഇവിടെ തനിക്ക് 6 മാസം താൻ എന്നെക്കാളും മൂത്തന്നുള്ള കാര്യം അറിയായിരുന്നോ? അറിയായിരുന്നു. താൻ പിന്നെന്താ എന്റെ അടുത്ത് പറയാഞ്ഞത്? ഞാൻ വിചാരിച്ചു ശ്രദ്ധിച്ചാണെന്നോ. അതിനിപ്പോ എന്താ? ആണോ? അതിനിപ്പോ എന്തെന്നാ? ഒരു പ്രശ്നമില്ല അതിന്. എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ല. പക്ഷെ എനിക്ക് പ്രശ്നം തോന്നണുണ്ട്. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട്. കേശു നിക്ക്. ഞാനിപ്പോ തന്നെക്കാൾ 6 മാസം മുന്നേ ജനിച്ചാണോ പ്രശ്നം? അതൊരു പ്രശ്നമല്ലേ? എനിക്കതൊരു പ്രശ്നമല്ല. തനിക്കതൊരു പ്രശ്നമല്ലായിരിക്കും. പക്ഷെ എനിക്ക് പ്രശ്നമാ. ശരിക്കിപ്പോ എന്താ കേശുവിന്റെ പ്രശ്നം? ഞാൻ കേശുവിന് ഇഷ്ടപ്പെട്ടത് കേശുവിന്റെ ക്യാരക്ടർ ഉണ്ട് കേട്ടാ. താൻ എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടെ? നമ്മള് കണ്ടിങ്ങനെ സംസാരിച്ച് അങ്ങനെ ആണല്ലോ. ഇഷ്ടപ്പെട്ട് ആണല്ലോ. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? അതൊരു പ്രശ്ന അല്ലല്ലേ? അല്ല, എനിക്കല്ല. പിന്നെ എനിക്കല്ല. പക്ഷേ എന്നാലും തനിക്കിത് പറയായിരുന്നു കേട്ടോ എന്നോട് ആദ്യമേ. ഇതൊക്കെ ആയിരുന്നു ആദ്യം. ഒരു വീക്ക് വെച്ചാണല്ലോ. വേണ്ട, വിഷയം കഴിഞ്ഞില്ലേ, പ്രശ്നം കഴിഞ്ഞില്ലേ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് പാരി കേസ് പൊക്കിക്കൊണ്ട് വന്നേ. അത് നമ്മുടെ ലച്ചു ചേച്ചി ഇങ്ങനെ ഫോണ് നോക്കിക്കൊണ്ടിരുന്നപ്പോ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇളക്കി വിട്ടാണല്ലേ? അയ്യോ, ഇളക്കി വിട്ടൊന്നുമല്ല, ഞാൻ തന്നെ ഇളകി വന്നതാണ്. അപ്പൊ ഒരു പ്രശ്നമില്ലല്ലേ? ഒരു പ്രശ്നമില്ല. പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ വേറെ എന്തൊരു പ്രശ്നം അല്ലേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാ പ്രോബ്ലം? യേശു, ഒരു ചായ കുടിക്കാൻ പോയാലോ? അതിനിപ്പോ എന്താ ചായ കുടിക്കാൻ പോയാലോ? ഷർട്ടിന് പോക്കറ്റില്ല. പൈസ ഞാൻ കൊടുത്തോളാം. തന്നെ? എന്നാ പിന്നെ ചായ മാത്രം ആക്കണ്ട, അൽഫാമ ഷവർമ എന്തിനാന്ന് വെച്ചാ കൊട്ടൊക്കെ തുടങ്ങിയില്ല. ആണെന്നേ പൂരപ്പുറമ്പാ. അതെ താനേ അല്ല, നടന്നു ഹൈറ്റ് ഇല്ല, കുറഞ്ഞ സ്ഥലത്തോട്ട്. ആരോടെ ചേട്ടാ? ഞാൻ ചേട്ടനെ നോക്കിയിരിക്കുവായിരുന്നു. എന്നെ നോക്കിക്കണ എന്തിന്? ഒരു കാര്യത്തിന്. ചേട്ടൻ എന്തിനാ വിളിച്ചേ? ഹായ് മിഠായി. മെർലിൻ ചേച്ചി മക്കൾക്ക് വേണ്ടി പ്രത്യേകം മേടിച്ചു തന്നു വിട്ടത്. ഇനി മക്കൾ എന്തിനാണ് എന്നെ നോക്കിയിരുന്നത്? ഇതൊക്കെ കൊള്ളാല്ല, മക്കളെ വെച്ചാണോ? ഇത് മെർലിൻ ചേച്ചി, ഇത് കേശേട്ടൻ. അയ്യോ, എന്തൊരു കേശേട്ടൻ ചെറുതായി പോയല്ലോടാ. കുറച്ചുകൂടെ വലുതാക്കി വരച്ചൂടായിരുന്ന? മെർലിൻ ചേച്ചി വലുത്, കേശേട്ടൻ ചെറുത്. അതാടി ഞാൻ പറഞ്ഞേ, കേശേട്ടനെ കുറച്ചുകൂടെ സെയിം സൈസ് വരച്ചൂടായിരുന്നോന്ന്. മെർലിൻ ചേച്ചി അല്ലേ മൂത്തത്, അതുകൊണ്ട് മെർലിൻ ചേച്ചി വലുത്, കേശേട്ടൻ ചെറുത്. നിന്റെ അടുത്തത് കാരടി പറയണ? മെർലിൻ വലുത്, കേശു ചെറുതെന്നാ? അവളുള്ള പടം നീ അങ്ങനെ ഇപ്പൊ മുട്ടായി തിന്നണ്ടാവണം. മുട്ടായി മേടിച്ചോണ്ട് നീ എനിക്കിട്ടുള്ള പണിയും വെച്ചിട്ടല്ലേ? നിന്റെ അടുത്തത് കാരടി പറയണ? ഇതൊന്നും ഉണ്ടായില്ലേ വായിക്കാത്ത? പിന്നെ ഞങ്ങൾക്ക് മുട്ടായി എന്നെ ഇങ്ങനെ അപമാനിച്ചാൽ പോരാ, നീ ആ മുട്ടായിയോട് തരാടി. ഇരുന്ന് തിന്ന് നീ സുഖമായിട്ടിരുന്ന മുട്ടായി. കുഞ്ഞാരും അതിനേറ്റ് കാണിച്ചു വെച്ചാക്കണ കണ്ട? ഇതെന്താ?
അത് ഇത് മെർലിൻ ചേച്ചി, ഇത് കേശേട്ടൻ. കറക്റ്റ്. നിനക്ക് ബുദ്ധിയുണ്ട് കേട്ടാ. ഓ, നിങ്ങൾക്കത് കണ്ടപ്പോ തന്നെ മനസ്സിലായല്ലേ? പ്ലാൻ ചെയ്ത് കൊച്ചിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്തേക്കണം അല്ലേ? ഞങ്ങള് കഴിപ്പിച്ചൊന്നും അല്ല, അത് അവളുടെ ഒബ്സർവേഷൻ അവള് ചെയ്തതാണ്. ഞാൻ അവളുടെ ഒബ്സർവേഷൻ ഞാൻ വല്ലതും പറഞ്ഞ കൂടി നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? എടാ നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് തിളക്കണേ? ഉള്ള കാര്യമല്ലേ അവള് വരച്ചിരിക്കണേ. സത്യം പരമാർത്ഥപ്പെട്ട ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ത് മുടി വരെ കറക്റ്റ്. എന്തരുള്ള കാര്യമൊന്ന് എന്തോന്ന്? എന്തായാലും പറഞ്ഞ നിന്നെക്കൊല്ലം മൂത്തതല്ലേ, പിന്നെന്ത് പ്രശ്നം? അതൊരു കുഴപ്പമില്ലെന്ന് വല്ലതും പറഞ്ഞല്ല. അയ്യേ ഞാൻ അയ്യേ അയ്യേ അയ്യേ, നീ മെർലിന്റെ അടുത്ത് പോയി ചോദിച്ചാ? പോയി ചോദിച്ചു. അയ്യേ നാണക്കേട്. അതിലെന്തോ നാണക്കേട്? എനിക്ക് അങ്ങനെ നാണക്കേടൊന്നുമില്ലല്ലോ. പിന്നെ എന്നിട്ട് അവളെന്താ പറഞ്ഞേ? അവള് പറഞ്ഞു ഇതൊന്നും കുഴപ്പമുള്ള കേസൊന്നും അല്ല, അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, നീ ക്യാരക്ടർ കണ്ടല്ലേ. എടാ അവള് പിന്നെ അങ്ങനെയല്ലേ പറയത്തുള്ളൂ. ഒരു പപ്പു കുഞ്ഞിനെ വിഷമിക്കണ്ടെന്ന് വിചാരിച്ച അവള് പറഞ്ഞതാണ്. ആ നീ പിന്നല്ലാണ്ട്. എടാ നിന്നെ അനിയനെ പോലെയല്ലേടാ കാണാൻ പറ്റുള്ളൂ. ഒക്കെ അവള് മൂത്തല്ലേടാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.